നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ വെനസ്ഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബുലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിയാൽ മതി, അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ മെറ്റീരിയൽ കാണിച്ചുകൊണ്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൺഡേ മാത്രമല്ല സ്പെഷ്യൽ, ചിലർ ചോദിച്ചു സൺഡേ മാത്രമേ ഉള്ളൂ മെയിൻ വീഡിയോ. സൺഡേ മാത്രമല്ല, ബാക്കി കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമുക്ക് ആ ഓഫർ സെയിൽ നടത്തി ഒരുപാട് മെസ്സേജസ് ഉള്ളതുകൊണ്ടാണ് പുതിയ ഒരുപാട് ഇടാതിരുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ നല്ല ഒരു പിങ്ക് ഹക്കോബ, നല്ല ഒരു നമ്മൾ ഈ കാണിക്കുന്ന ഹക്കോബ എല്ലാം നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നതാണ്. റേറ്റ് കുറഞ്ഞ ഹക്കോബ അധികം വൈകാതെ വരും. അത് 130 റുപ്പീസിൻ്റെ, അത് PC കോട്ടണിൽ വരുന്നതാണ്. ഇത് വേറെ ലെവലാണ്, നല്ല ഫാബ്രിക്കാണ്. നല്ല ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് കളറിലാണ്. അപ്പോൾ ഹക്കോബയുടെ നമ്മൾ ഒരുപാട് കളേഴ്സ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കുറേ കളക്ഷൻസ് ഷോപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോസിൽ കണ്ടിട്ട് ചോദിച്ചാൽ ചിലതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും, ചിലത് ഉണ്ടാവില്ല. സിംഗിൾ ലെയർ നോക്കുന്നത് ഇങ്ങനെ വരുന്നു. ഇത് നമുക്ക് ബിഗ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു 54 ഇഞ്ച്, ചിലത് 52 അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർക്ക് ഒരു 50 ഇഞ്ചോളൊക്കെയാണ് വർക്ക് വരിക. ഇങ്ങനെ വരുന്നു, നല്ല കട്ട് വർക്കാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡിനൊക്കെ ആകുമ്പോൾ നമ്മൾ സെയിം കളർ തന്നെ ലൈനിങ് വെക്കുമായിരിക്കും ഭംഗി വരിക. ആ ഒരു സിമ്പിൾ മോഡലിൽ നല്ല കുർത്തിയോ അല്ലെങ്കിൽ ഫ്രോക്ക് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഫ്രോക്ക് ടൈപ്പ് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതെങ്ങനെ വരുന്നു, ഇത് 300 റുപ്പീസ്, 52 ഇഞ്ച് വിടുത്ത്. ഞാൻ ഈ 52, 50 എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അതാണ് ഇങ്ങനെ വരുന്നു. പിന്നെ എപ്പോഴും പുതിയ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തായാലും ഒരു കുറച്ച് വ്യത്യാസം എന്തായാലും ഇതിലുണ്ടാവും. ഫോട്ടോയിൽ നമ്മൾ ക്യാമറ എടുക്കുന്ന ക്യാമറ, നിങ്ങൾ കാണുന്ന മീഡിയ, അതിൻ്റെ എല്ലാ വ്യത്യാസങ്ങൾ കുറച്ചുണ്ടാവും. അപ്പോൾ ഫുൾ 100% എപ്പോഴും കണ്ട് ഫീൽ ചെയ്ത് മാത്രം വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നേരിട്ട് വന്നിട്ട് വാങ്ങുക. അല്ലാത്തവർക്ക് നമുക്കിത് അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വെക്കാവുന്ന നമ്മൾ ക്രോഷ്യ ലേസ് വരുന്ന, ക്രോഷ്യ വർക്ക് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയൽ ഇങ്ങനെ. അതായത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ് വർക്ക് പോലെ, സീക്വൻസ് വർക്ക് പോലെ ഇങ്ങനെ ഒരു സംഭവമാണിത്. ഇതൊരു ഫാൻസി ടൈപ്പ് മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നത്. ദുപ്പട്ടയ്ക്ക് പറ്റും, സാരിക്ക് പറ്റും. അപ്പോൾ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫാൻസി മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ പോലെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ത്രെഡ് വർക്ക് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കൊളുത്തി വലിക്കാതെ നോക്കുക. അതാണ് അതിൻ്റെ മെയിൻ സിമ്പിൾ. ഇങ്ങനെ കൊളുത്തുന്ന ഒരു വളയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതിൽ. പക്ഷേ ഇതിന് ആ വർക്ക് വരുന്നതാണ് അതിൻ്റെ ഭംഗി വരുന്നത്. സാരിയായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ വരുന്ന നല്ലൊരു പിങ്ക് കളറിൽ ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഹക്കോബ കൊണ്ട് ടോപ്പും ഇതുകൊണ്ട് നല്ല ഫ്ലെയർഡ് ആയിട്ട് സ്കേർട്ട് അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. സാരി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ 140 റുപ്പീസ്, 140 രൂപ. 44 ഇഞ്ച് എടുത്ത് 44 ഇഞ്ചാണ് വീതിയാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. ഹക്കോ പിങ്കിൽ ടോപ്പ് എടുത്തിട്ട് ഇതിലിങ്ങനെ ഒരു ദുപ്പട്ട പോലെ എടുത്തിട്ട് ഷോളാക്കി നമ്മളിട്ടിട്ട് ഇതിൽ വരുന്ന ഈ ഡാർക്ക് ഒരു റെഡിഷ് പീച്ച് കളറുണ്ട്, അതുകൊണ്ട് ഇതിന് പൈപ്പിങ്ങോ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതങ്ങനെ ഇരിക്കട്ടെ. ഇതിനെ നമുക്ക് ഇനി വേറെ ആൾ കൂടി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു പിങ്കിൽ തന്നെ ഒരു ഡാർക്ക് പിങ്ക് യോക്ക് കൊടുത്തിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ ചെയ്യാനാണ് ഇഷ്ടമുള്ളവർക്ക് ഇത് നമ്മൾ ക്യാമ്പ്രി കോട്ടൺ ആണ്. 44 ഇഞ്ച് വിടുത്ത്. നമ്മൾ ബാട്ടിക് പോലൊരു പ്രിൻറ്റ് വരുന്നത്, ബാട്ടിക് പ്രിൻ്റ് അല്ല, ക്യാമ്പ്രി കോട്ടണിൽ പ്രിൻറ്റ് വരുന്നു. 44 इंच विड्थ 120 रूपा. ये तो कैम्ब्रिक कॉटन है, ये तो हक्कोबा है, ये तो जॉर्जेट सिंथेटिक फैब्रिक है. दोनों पक्का कॉटन में आ रहे. कैम्ब्रिक बोले तो वो प्रोसेसिंग करने वाला वो कॉटन मटेरियल है. അത് ശരിയായി പറഞ്ഞാൽ കുഴപ്പമില്ല. പ്രോസസ്സിങ് करने. അടുത്തത് കോട്ടൺ സ്ലബ്. കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുർത്തി ചെയ്യാനുള്ള നല്ലൊരു മെറ്റീരിയലാണ്, കോട്ടൺ മെറ്റീരിയലാണ്. इसमें लाइनिंग डालना पड़ेगा. ഇത് ഹിന്ദിയെ അത് കുറേ പേരുണ്ട്, കുറേ ദിവസമായിട്ട് മറന്നു പോയേക്കുമായിരുന്നു. ഇപ്പോൾ ഓർത്തപ്പോൾ വേഗം കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഫുൾ മലയാളത്തിലോട്ട് തന്നെ പോകും. അത് നമ്മൾ കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെറുതായിട്ടൊന്ന് ചുരുങ്ങുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് തുമ്പിട്ടിട്ട് തയ്ക്കണേ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ വരുന്നു, കോട്ടൺ സ്ലബാണ്. 44 ഇഞ്ച് വിടുത്ത്. ലൈനിങ് ഇടണം. ടോപ്പ് ചെയ്യാനുള്ള മെറ്റീരിയലാണ്. 120 രൂപ ഇങ്ങനെ വരുന്നു. കോട്ടൺ സ്ലബ് നല്ല റെഡ് കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനും നമുക്ക് നോക്ക്, ഇത് നമ്മൾ ടോപ്പ് ചെയ്തിട്ട് അതിനും ഈ ദുപ്പട്ടയായിട്ട് ഇടാൻ പറ്റും. ഇതിൽ ഈ ഒരു കളർ ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ വേറൊരു ഹക്കോബ. ഇത് വിഡ്ത്ത് കുറഞ്ഞതാണ്, നമുക്കൊരു 42 ഇഞ്ചൊക്കെയാണ് വിഡ്ത്ത് വരുള്ളൂ. പിന്നെ അതിൻ്റെ വർക്ക് പോർഷൻ നമുക്കൊരു വിഡ്ത്ത് കുറവായതുകൊണ്ട് ഒരു 38 to
38 ഇഞ്ചൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ 2.5 മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം. ഇതും കാംബ്രിക് കോട്ടണിൽ വരുന്ന കട്ട് വർക്കാണ്. നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത്. അപ്പോൾ 42 ഇഞ്ച് വിഡ്ത്ത്, 44 ഓർ 43 ഇഞ്ചൊക്കെ ഉണ്ടാവും. നല്ല കണ്ടോ വർക്ക് പോർഷൻ സൈഡിൽ ഇത്ര കുറവുണ്ട്. 250 റുപ്പീസ്, 250 രൂപ. ഹക്കോബയാണ്, നല്ല പിങ്ക് കളറിലാണ് വരുന്നത്. ഫ്രോക്കോ ടോപ്പോ ഒക്കെ എന്ത് ചെയ്യാനും നല്ലതാണ്. അങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിത് ഇങ്ങനെ പിങ്ക്, ഇങ്ങനെ ഡാർക്ക് ആൻഡ് ലൈറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ വേണേലും അതെടുക്കാം. ഇങ്ങനെ വരുന്നു. ഇനി നമുക്ക് ആ ക്രോഷ്യ ലൈസ് വരുന്ന, ക്രോഷ്യ വർക്ക് വരുന്ന ജോർജറ്റ്, ആ ജോർജറ്റിൽ കണ്ടോ വേറൊരു കളറ്, ഒരു പീച്ചും ബ്ലൂ ഒക്കെ കൂടിയ കളേഴ്സ് വരുന്നത് ഇത് ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിലും ഇതിന് നമുക്ക് 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ്, 140 രൂപ. ഇതും നമുക്ക് പക്ക സിന്തറ്റിക് മെറ്റീരിയലാണ്. പിന്നെ ആ ഫാൻസി മെറ്റീരിയലുകൾ ചിലതില്ലേ, നമുക്കത് ചില ഫംഗ്ഷനുകൾക്ക് നമുക്ക് അങ്ങനെ തന്നെ വേണമല്ലോ. ദുപ്പട്ടയായിട്ടോ സാരി ആയിട്ടോ അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ ഇത് അങ്ങനെ വരുന്നു. ഫ്രോക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് ഇങ്ങനെ വരുന്നു. 140 റുപ്പീസ്, 140 രൂപ. അതിനെ നമുക്ക് ഇതുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഈ ഒരു പിങ്കിഷ് പീച്ച് കളർ വരുന്നതുകൊണ്ട് ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊരു ഇത്. ഇനി നമ്മൾ വേറെ ഹക്കോബ, നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ ഒരു ബർഗണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എന്നാൽ നല്ല ഹെവി കട്ട് വർക്കാണ്. ഇത് കണ്ടോ ഇങ്ങനെ. ഈ ഹക്കോബയിലാണെങ്കിലും നമ്മൾ ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ എപ്പോഴും ഡാർക്ക് കളർ മെറ്റീരിയൽസ് നമ്മൾ അജ്രക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കളർ ഗാർഡ് ഉപയോഗിക്കണം കേട്ടോ. കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തവർ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇതുണ്ട് നല്ല ഹെവി കട്ട് വർക്കാണ്. ഒട്ടും ഒരു ബ്ലാങ്ക് സ്പേസ് ഇല്ലാത്ത നല്ല ഹെവി കട്ട് വർക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഇതിനും പക്ഷേ വിഡ്ത്ത് കുറവാണ്. 44 ഇഞ്ച് വിഡ്ത്ത് ഓൾമോസ്റ്റ് ഉണ്ടെങ്കിൽ 43 ഉണ്ടെങ്കിലും വർക്ക് പോർഷൻ കണ്ട് ഈ എൻഡിൽ ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഒരു 38 ഇഞ്ചൊക്കെ വരുള്ളൂ. പക്ഷേ റേറ്റ് വരുന്നുണ്ട്. ഹെവി കട്ട് വർക്ക് ഫാബ്രിക്കാണ് വരുന്നത്. 300 റുപ്പീസ്, 300 രൂപ തന്നെ വരുന്നുണ്ട്. കണ്ടു നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും അതിൻ്റെ ഹെവിനെസ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് കോൺട്രാസ്റ്റ് ലൈനിങ്, ഇതിപ്പോൾ ഇതിങ്ങനെയല്ല, വൈറ്റൊക്കെ വേണമെങ്കിൽ വയ്ക്കാം. അങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ വരുന്നു. ഞാനതിന് ഹെവി കട്ട് വർക്ക് വരുന്നതിന് ലൈനിങ് എടുക്കാൻ മറന്നുപോയി. അതെപ്പോഴും വീഡിയോയ്ക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രൈപ്പ് ലൈനിങ് എടുക്കുന്ന കാര്യം മറന്നുപോകും. ഇതുണ്ടോ ഇങ്ങനെ വരും. അപ്പോൾ ഇതിനാകുമ്പോൾ നമുക്കൊരു യെല്ലോ ഒക്കെ വെച്ച് കഴിഞ്ഞാലും ഭംഗിയുണ്ടാവും. വലിയ ഹോൾസെയിലിനാണ് കൂടുതൽ ഭംഗി വരിക, എങ്കിലും നമുക്ക് ചെറുതിനും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് നമ്മുടെ മൊഡാൽ പ്ലെയിൻ ആണേ. അങ്ങനെ 450 480 റേറ്റ് ഓർമ്മല്ലോ കറക്റ്റ്. അപ്പോൾ ഇത് കണ്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഡാർക്ക് മെറൂൺ ഇങ്ങനെ വരുന്ന കളേഴ്സിൻ്റെ കൂടെ നമ്മൾ കളർ ഗാർഡ് എന്തായാലും ഉപയോഗിക്കണം കേട്ടോ. അതാ സേഫ്. അപ്പോൾ ഈ കളറൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഇനി നമ്മൾ അജ്രക്ക് കാണിക്കുന്നുണ്ടല്ലോ, അജ്രക്കിൻ്റെ കൂടെയും നമുക്ക് ഈ ഹക്കോബ കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന് സിമ്പിളായിട്ട് യോക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇന്നർ ആൻഡ് കോട്ട് പോലെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കട്ട് വർക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഇത് ടോപ്പ് എടുത്ത് ദുപ്പട്ടയാക്കാം, അല്ലെങ്കിൽ ഇത് കൊണ്ട് ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ടുള്ള സ്കേർട്ട് പോലെ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഇങ്ങനെ അതങ്ങനെ. ഇനി വരുന്നു അടുത്തത് നല്ലൊരു സുന്ദരി ലൈറ്റ് പീച്ച്. ഇനി പേസ്റ്റൽ ഷെയ്ഡ്സ് എന്നൊക്കെ പറയുന്ന കളേഴ്സ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ലൊരു ലൈറ്റ് കളറാണേ. ഇത് കണ്ടോ കട്ട് വർക്ക്. ഇതും കാംബ്രിക് കോട്ടണിൽ തന്നെയാണ്. ഇങ്ങനെ കട്ട് വർക്ക് ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. കട്ട് വർക്കും ത്രെഡ് വർക്കും കൂടെ വരുന്നു. ഇങ്ങനെ നല്ലൊരു പീച്ച് കളറിലാണ് വരുന്നത്. ഇങ്ങനെ ഫോൾഡ് വെക്കുമ്പോൾ അത് അകത്തേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ കട്ട് വർക്ക്? ഇങ്ങനെ വരുന്നു. ഒരു 5 പെറ്റൽ ഫ്ലവേഴ്സ്, ഇൻ ബിറ്റ്വീൻ ഒരു ത്രെഡ് വർക്ക് കൊണ്ട് വേറെ ഫ്ലവേഴ്സ് ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്ത് ഇതിന് 54 ഇഞ്ച് വിഡ്ത്തും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 300 റുപ്പീസ്, 300 രൂപ. ഇങ്ങനെ വരുന്നു. അതിന് നമുക്ക് കോൺട്രാസ്റ്റ് ദുപ്പട്ടയായിട്ടോ സ്കേർട്ടായിട്ടോ ഇതിങ്ങനെ എടുക്കാം. ഇതിന് റേറ്റ് വരുന്നത് 140 ആണേ. അങ്ങനെ വരുന്നു. അതങ്ങനെ. ഇനി നമ്മളൊരു കുഞ്ഞൻ കാന്താരി മുളക് എന്നൊക്കെ പറയില്ല. കാന്താരി മുളക് ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയാണെങ്കിലും നല്ല എരിവല്ലേ. അതേപോലെ തന്നെ ഇതൊരു കുഞ്ഞനാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നല്ല ഹെവി ഫാബ്രിക്. ഇത് കണ്ടോ, ഈ ഇടയിൽ കാണുന്നതെല്ലാം പ്രിൻ്റ് അല്ല, നല്ലൊരു ത്രെഡ് വർക്കാണ്. ഞാൻ കാണിച്ചു തരാം. ബ്ലാക്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സൺഡേയിലെ വീഡിയോയിൽ ഞാനൊരു ഡെനിം പോലത്തെ ഫാബ്രിക് കഴിഞ്ഞത് അത് പെട്ടെന്ന് നമുക്ക് തീർന്നു പോയി. അത് റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നോക്കാം കേട്ടോ, അവൈലബിൾ ആണെങ്കിൽ കൊണ്ടുവരാം. കുറേ പേർക്ക് റീഫണ്ടിൻ്റെ ഇതിൽ വരും. ഇതുണ്ടോ ഇങ്ങനെ വരും, പാനൽ പോലെ. അപ്പോൾ ഇതിനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ഹെവിനെസ് ഉണ്ട്. നല്ല ഹെവി തിക്ക് ഫാബ്രിക്കാണ്. ഈ ഇൻ ബിറ്റ്വീൻ വരുന്നതെല്ലാം നല്ലൊരു വർക്കാണ് വരുന്നത്. ഇത് കണ്ടോ, ഒരു കട്ട് വർക്ക് പോലെ ഒരു ത്രെഡ് വർക്ക് പോലെ സംഭവങ്ങളാണ് വരുന്നത്. ഇതെല്ലാം നല്ല ഹെവി വർക്കാണ് വരുന്നത്. ഇങ്ങനെ വരും.
ഇതിന് വിഡ്ത്ത് കുറവാണ് കേട്ടോ. അപ്പോൾ 2.5 മീറ്റർ എടുക്കുന്നവർ എന്തായാലും കൂടുതലായിട്ട് എടുക്കണം. ഇതിൻ്റെ ഹെവിനെസ് കൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് 300 റുപ്പീസിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനെ വരും, നല്ലൊരു ഇപ്പോൾ കുർത്തി ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇതിൽ കണ്ടുമ്പോൾ ഹോൾസ് കുഞ്ഞു ഹോൾസാണ് വരുന്നത്. അപ്പോൾ ഈ ചെറിയ ഹോൾസ് വരുന്ന ബ്ലാക്കിനൊക്കെ നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കാതിരിക്കുക ഭംഗി. അതിന് നമുക്ക് സെയിം ലൈനിങ് വെച്ചിട്ട് ആ സെൽഫ് ഡിസൈൻ വരുമ്പോൾ അത് തന്നെ ഉണ്ട്. പക്ഷേ നോക്കൂ, അതും ഭംഗിയുണ്ട് അല്ലേ. ഇതുണ്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പീച്ചക്ക അതിൽ നമ്മൾ ലൈനിങ് കോൺട്രാസ്റ്റ് കൊടുക്കുക, നമ്മൾ ക്രേപ്പാണ് കേട്ടോ കൊടുക്കുക. ഇതുണ്ടോ, അങ്ങനെ കൊടുക്കുമ്പോഴും ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുക. ലൈറ്റ് പീച്ചോ മെറൂണോ അങ്ങനെയൊക്കെ വേണമെങ്കിലും കൊടുക്കാം. ഇത് ആസച്ച് ഇങ്ങനെ സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യുമ്പോൾ അതൊരു വേറൊരു ഭംഗിയാണേ. അപ്പോൾ അതങ്ങനെ വരുന്നു. ഇതൊക്കെ ഓരോരോ വെറൈറ്റികളാണ്, ഇതുവരെ വരാത്ത തരം വെറൈറ്റീസാണ്. അപ്പോൾ ഹക്കോബ ഫാൻസ് മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. ഇത് അതിൽ അങ്ങനെ വരുന്നു 300. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഈ അജ്രക്കില കണ്ടോ, ഈ ഒരു ബോട്ടം, ഇത് അജ്രക്കാണ്. അജ്രക്കിൽ വേറെ വരുന്നുണ്ട് കേട്ടോ. ഇത് എനിക്കുണ്ട് ഈ ബോട്ടം ദുപ്പട്ടെ. അപ്പോൾ ഞാൻ ബ്ലാക്കിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം അത് വെയർ ചെയ്തിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അത് ഇവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉള്ളതാണ് അജ്രക്കിൽ. അപ്പോൾ കണ്ടോ, അതിങ്ങനെ ഭംഗിയുണ്ടാവും. ഇതുകൊണ്ട് ബോട്ടം ചെയ്യുക, അതുകൊണ്ട് ടോപ്പ് ചെയ്യുക. വേണമെങ്കിൽ ജസ്റ്റ് ചെറിയ യോക്ക് പോലെ വെച്ച് കൊടുക്കാം. ഇത് ദുപ്പട്ട, അജ്രക്കിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. അജ്രക്ക് ഇത് ഫുൾ 2.5 മീറ്റേഴ്സ് വരുന്ന ദുപ്പട്ടയാണ്. 500 റുപ്പീസ് പെർ പീസ്. ദുപ്പട്ട റേറ്റ് 500 റുപ്പീസ് പെർ പീസ് വരുന്ന ദുപ്പട്ട. അജ്രക് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് 190 പെർ മീറ്റർ, 190 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ കണ്ട് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതൊരു കാര്യം. ഇനിയിപ്പോൾ ദുപ്പട്ട ഇത് കണ്ടല്ലോ. ഇനി ഇതിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഇത് നമ്മുടെ മൾട്ടി ലൈൻ കാന്ത ബ്ലാക്ക് കണ്ടോ, ടോപ്പ് ബോട്ടം അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. മൾട്ടി ലൈൻ കാന്ത വൈറ്റിൽ എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞ് ഞാൻ വീഡിയോയിൽ പറയാം. പേയ്മെൻറ്റ് ചെയ്തവർക്ക് അവരെന്തായാലും ആ നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യും. അങ്ങനെ വരുന്നു. ഇത് നമുക്ക് ടോപ്പ് ചെയ്യാൻ നല്ലതാണ്, ബോട്ടം ചെയ്യാൻ നല്ല. ഞാൻ അതുകൊണ്ടുള്ള പഴയ വീഡിയോസ് നിങ്ങൾ നോക്കി അറിയാം. ഞാൻ ഓർമ്മയില്ല, ഹാഫ് കോളറൊക്കെ വെച്ചിട്ട് കുർത്തിയൊക്കെ ചെയ്ത് കുർത്തിയും ചെയ്യാം. ഇത് നമുക്ക് കോമൺ ആയിട്ടൊരു ബോട്ടം ഉണ്ടെങ്കിൽ ഒരുപാട് ടോപ്പുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജോലിക്കാർക്കൊക്കെ എല്ലാവർക്കും പറ്റും. 130 റുപ്പീസ്, 130 രൂപ. അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ബോട്ടം, അജ്രക്കിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അത് 2.5 മീറ്റേഴ്സ് എടുക്കുക, അത് 2 മീറ്റേഴ്സ് എടുക്കുക, ദുപ്പട്ട എടുക്കുക, അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതൊരിത്. ഇനി നമ്മൾ കാണുന്ന ഇക്കത്തും അജ്രക്കും ഒക്കെ ഉണ്ട്. പക്ഷെ അവർ തന്നെ അങ്ങനെ കാണിക്കുകയല്ല. അത് ഓരോ സെറ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ കാണിക്കും. ഇത് നമ്മൾ ഇക്കത്ത് വരുന്നു. നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നു ഇക്കത്ത്. നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ഇക്കത്താണ്. നല്ല ഇങ്ങനെ ഹാൻഡ് വീവ് എന്നാണ്. ഇപ്പോൾ ഹാൻഡ് വീവ് അല്ല, പവർ മെഷീൻസ് ആണ്. എങ്കിലും ആ ഒരു നാച്ചുറൽ നല്ല കോട്ടൺ കംഫർട്ട് ലെവലിൽ സൂപ്പറായ മെറ്റീരിയലാണ് ഇക്കത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത് 170 റുപ്പീസ്, 170 രൂപ. ഇക്കത്ത് കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെക്കുകയായിരിക്കും നല്ലത്. നമ്മുടെ ഇഷ്ടമാണിത്. അതങ്ങനെ വരുന്നു. 170, 170 രൂപ ഇക്കത്ത്. ഇക്കത്തിൻ്റെ ആ റേറ്റ് കുറഞ്ഞ ടൈപ്പ് ഇക്കത്തല്ല കേട്ടോ ഇത്. അതൊരു മിക്സ് വരുന്ന ടൈപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ കാംബ്രിക്കിൽ ഇക്കത്ത് ഡിസൈൻ വരുന്നത്, അത് വേറെ ഇത് വേറെ ലെവൽ. അപ്പോൾ ഇതിന് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ടോപ്പ് ചെയ്യാം. ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് ബോട്ടം പോലെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇക്കത്തും ഈ മൾട്ടി ലൈൻ കാന്തയും കൂടി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് അജ്രക്കിൻ്റെ കൂടെയും ഈ ബ്ലാക്കും ഈ കാന്തയും ഒക്കെ അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യേ. ഇനി ഇതാ വരുന്നു. ഈ ഇക്കത്തിന് നമുക്ക് ബോട്ടം ചെയ്യാൻ, ഇങ്ങനെ കോൺട്രാസ്റ്റ് ബോട്ടം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഈ ഗ്രീൻ കളർ ഇത് ടോപ്പ് ചെയ്തിട്ട് ഇത് നമ്മുടെ സിംഗിൾ ലൈൻ കാന്തയാണ് വരുന്നത്. ഇതാ ഇങ്ങനെ വരുന്നു. ഇതിങ്ങനെയാണ് 44 ഇഞ്ച് വെടുത്ത് 120, 120 രൂപ സിംഗിൾ ലൈൻ കാന്ത ഇങ്ങനെ വരുന്നു. ഇത് കണ്ട് ഈ ഇക്കത്തിൻ്റെ ഈ ഡിസൈനും ഇതിങ്ങനെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇതുകൊണ്ടൊരു ബോട്ടം ചെയ്തിട്ട് ഇതുകൊണ്ടൊരു ടോപ്പും ഇക്കത്ത് ലവേഴ്സ് ഉണ്ട് ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇത് ഇക്കത്തിലെ വേറെ ഡിസൈൻ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ വരുന്നു. ഇങ്ങനെ 44 ഇഞ്ച് വെടുത്ത് 170 റുപ്പീസ്, 170 രൂപ. അപ്പോൾ ഇതൊരു ടോപ്പ്, ഇതൊരു ബോട്ടം അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇക്കത്ത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഇവിടെ കാണിക്കേണ്ട ആളായിരുന്നു. ഇക്കത്തിലെ വേറെ ഡിസൈൻ ഇങ്ങനെ വരുന്നു. ഇതിൽ വേറെ ബണ്ടിലുണ്ട് കേട്ടോ. അതിലൊരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതങ്ങ് എടുത്തുവെന്നേ ഉള്ളൂ. 44 ഇഞ്ച് വെടുത്ത് 170 ഇക്കത്ത് കണ്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് കണ്ടോ ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതുകൊണ്ട് ഒരു ഇന്നർ പോലെ ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് മോഡൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇക്കത്തും ഈ ഹക്കോബയുടെ കൂടിയിട്ട് അങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ നോർമൽ കുർത്തി ചെയ്തിട്ട് പ്ലെയിൻ ബോട്ടം മെറ്റീരിയൽ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ബ്ലാക്കോ മെറൂണോ ഒക്കെ വേണമെങ്കിൽ. സ്റ്റിച്ച്ഡ് ബോട്ടംസും അവൈലബിൾ ആണ്. സ്റ്റിച്ച്ഡ് ബോട്ടം ബ്ലാക്ക് സ്റ്റോക്ക് ഉണ്ടോ അറിയില്ല. ബാക്കി ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടാൽ റെഡി ആകുമ്പോൾ തരും. അതങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെയും കണ്ടോ ഈ മൾട്ടി ലൈൻ കാന്തയ്ക്ക് ഈ ഒരു ബോട്ടം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എത്ര ടോപ്പ് നമുക്ക് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. അങ്ങനെ
ഇനി അവരെയൊക്കെ അങ്ങ് നീക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. സ്ഥലം ഉണ്ടാക്കട്ടെ. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെറുതെ കുറച്ച് ദുപ്പട്ട എടുത്ത് കാണിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായി, ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു പറഞ്ഞു. അത് ഏതായാലും അത് ഞാൻ പേടിച്ച് കാണിച്ചേ, ഒരുപാട് എണ്ണ ഇല്ലാത്തതുകൊണ്ട്. നമ്മുടെ കോട്ടൺ സ്ലബ് ആദ്യം നമ്മളൊരു കളർ കണ്ടില്ലേ, അതിൻ്റെ പോലെ തന്നെ അതിൽ ഗ്രീൻ കളറാണ് ഈ വരുന്നത്. കണ്ടോ, ഇതൊരു ഗ്രീനാണ് ഒക്കെ കണ്ടോ, ഗ്രീനിൽ പല പല ഷെയ്ഡുകൾ അങ്ങനെ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ കോട്ടൺ സ്ലബ്. അപ്പോൾ ഈ കോട്ടൺ സ്ലബിന് നമുക്കിന്ന് അജ്രക്കിൻ്റെ യോക്കൊക്കെ വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് അജ്രക്ക് യോക്ക്, ഈ ഓരോ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർ ഈ കളേഴ്സ് ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ഇനി അജ്രക്ക് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. ലൈനിങ് വെക്കണം കേട്ടോ കോട്ടൺ സ്ലബിന്, പിന്നെ ചുരുങ്ങുന്ന കാര്യവും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിങ്ങനെ ടോപ്പായിട്ട് സിമ്പിളായിട്ട് ടോപ്പ് എടുക്കുന്നവർക്ക് ഈ ദുപ്പട്ടയ്ക്ക് എന്താ പ്രത്യേകത അറിയോ, ഇതൊക്കെ ഇങ്ങനെ പല പല ഡിസൈനിലാണ് വരിക. അപ്പോൾ ഓരോ ഡിസൈനിൽ 3-4 പീസായിട്ട് അങ്ങനെ സെറ്റായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ 2-3 സെറ്റൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ വരുന്നു. നമ്മൾ ആ പ്യുവർ ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടയാണ്. 490 റുപ്പീസ്, 490 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ വൈറ്റ് ഹക്കോബയുടെ കൂടെയൊക്കെ അങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇനി അല്ലെങ്കിൽ നമ്മൾ നല്ല ജോർജറ്റ് ടൈപ്പ് വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത്. ഇതാ അങ്ങനെ വരുന്നു. അതൊരു ഡിസൈൻ ഉണ്ട്, ഇതിന് കറക്റ്റല്ലേ. ഇനി അടുത്തത് തൊടുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണിത്. ഇങ്ങനെ വരുന്നു. 490. അതിൻ്റെ ഡിസൈൻ ഒന്ന് കാണിച്ചു കൊടുക്കണേ, ക്ലോസ് വ്യൂ. ഇങ്ങനെ വരും. ഇതിനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് പോലെ. ഇനി അടുത്തത് ഇതുണ്ട്, ഇങ്ങനെ ഒരു പാറ്റേൺ. 490 രൂപ, 490 ആണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ അടുത്ത ഡിസൈൻ. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അവൈലബിൾ ഇപ്പോഴും ഉണ്ട്. കുറേ പേര് ക്വസ്റ്റ്യൻ മാർക്ക് ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറയണത്. അവൈലബിൾ എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടല്ലേ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയൂ. അപ്പോൾ അവരുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ അവർ നോക്കി കൂട്ടിക്ക് തരും. ഇപ്പോൾ ദുപ്പട്ടയാണെങ്കിൽ ദുപ്പട്ട, അല്ലെങ്കിൽ മെറ്റീരിയൽ ആണെങ്കിൽ ഇത്ര മീറ്റർ വേണം, അങ്ങനെ പറയണേ. ഇനി ഇത് കണ്ടോ, ഇതിൻ്റെ കൂടെയും അല്ല ഞാൻ ആദ്യം അജ്രക്ക് കാണിക്കാം. ഇനി അടുത്ത അജ്രക്ക് നമ്മുടെ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് ഇതാ ഇങ്ങനെ. നമ്മൾ സപ്പോസ് ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ദുപ്പട്ട, ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മൾ അജ്രക്കിലെ ദുപ്പട്ട 500 റുപ്പീസ് പെർ പീസ്. അജ്രക്ക് ഡിസൈൻ വരുന്ന നല്ല കോട്ടനാണ്. ഇതാ അങ്ങനെ വരുന്നു. എപ്പോഴും മനസ്സിൽ വെക്കുക, അജ്രക്കിൻ്റെയൊക്കെ ലോങ് ലൈഫിന് നാച്ചുറൽ ഫാബ്രിക്സ്, അജ്രക്ക്, ഇക്കത്ത്, ഹാൻഡ് ബ്ലോക്ക് എല്ലാം നാച്ചുറൽ ഫാബ്രിക്സ് ആണ്. ഡൈ അതിനൊക്കെ ലോങ് ലൈഫിന് കളർ ഗാർഡ് ഫസ്റ്റ് വാഷ് എന്തായാലും ഉപയോഗിക്കണേ. അപ്പോൾ ഇതുണ്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പ്ലെയിൻ ഗ്രീൻ എടുത്തിട്ട് ഇതുണ്ടോ ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എക്സാക്റ്റ് ഈ കളർ ഇതിലില്ല, പക്ഷേ ഒരു ആനച്ചന്തം കണ്ടോ, ഇങ്ങനെ ഒരു യോക്കൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിങ്ങനെ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതെടുക്കുക. അജ്രക്കിൻ്റെ റേറ്റ് വരുന്നത് 190, 190 രൂപ. അപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രം. ഇനിയിപ്പോൾ ഇത് മാത്രം ടോപ്പിന് മാത്രം, ഇത് ബോട്ടം തിരിച്ച് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് 190, 190 രൂപ. അപ്പോൾ സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. അത് അങ്ങനെ. ഇനി നമ്മൾ അടുത്തൊരു ഹക്കോബ കാണുകയാണേ, നല്ലൊരു സുന്ദരി കളറ്. ഇതാ ഇങ്ങനെ, ഇതും ഒരു ഗ്രീൻ തന്നെയാണ്. നമ്മുടെ ഭാഷയിൽ സുന്ദരി ഗ്രീൻ എന്ന് പറയും. അപ്പോൾ ആ ഗ്രീനുകളുടെയൊക്കെ വ്യത്യാസം മനസ്സിലായില്ലേ, നല്ല ഭംഗിയുള്ളൊരു ഗ്രീന്. കളർ കിട്ടുന്നുണ്ടോ കറക്റ്റ്? ചിലതൊരു ബ്ലൂ കളർന്ന കളറിലേക്ക് പോവും. എനിക്കാണെങ്കിൽ കറക്റ്റ് ഗ്രീനുകളുടെ ഒന്നും പേര് പറയാനും അറിയില്ല. നല്ല സുന്ദരി, നല്ല കട്ട് വർക്കാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. 280 റുപ്പീസ്, 280 രൂപ ഇങ്ങനെ വരുന്നു. വിടുത്ത് വരുന്നത് ഓൾമോസ്റ്റ് 44 ഇഞ്ചാണ്. ഇങ്ങനെ വരുന്നു. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതെടുത്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു യോക്ക് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതൊരു ഡാർക്ക് ഗ്രേയുടെയും ഗ്രീൻ്റെയുടെ കോമ്പിനേഷൻ വരുന്നത് കോട്ടൺ ലിനൻ ഫാബ്രിക് ആണ്. 44 ഇഞ്ച് വിടുത്ത് 180 റുപ്പീസ്, 180 രൂപയുടെ കോട്ടൺ ലിനൻ ഫാബ്രിക് ആണിത്. അപ്പോൾ ജസ്റ്റ് ഇതിനൊരു യോക്ക് പോലെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഈ കളേഴ്സ് ഇങ്ങനത്തെ റെയർ കളേഴ്സൊക്കെ ആണെങ്കിലും കോട്ടൺ ആകുമ്പോൾ, പ്യുവർ കോട്ടൺ ആകുമ്പോൾ കളർ ഗാർഡ് എന്തായാലും ഉപയോഗിക്കണം കേട്ടോ. ഇത് അങ്ങനെ വരുന്നു. 280 റുപ്പീസ്, 280 രൂപ. ഇനി നമ്മൾ ഇതിങ്ങനെ അതിൻ്റെ കൂടെ നമുക്കിത് കണ്ടോ, ഈ ഒരു കളറ്
ഇത് നമ്മൾ ആ ഒരു സെൽഫ് ലൈൻ വരുന്ന ഫാബ്രിക് 44 ഇഞ്ച് വെടുത്ത് വരുന്ന നല്ലൊരു കോട്ടണിലാണ് ഇതൊക്കെ വരുന്നത്. 180 റുപ്പീസ്, 180 രൂപ. കാണിച്ചു തരാം. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടോ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ഇത് അല്ലെങ്കിൽ യോക്ക് ഇത് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇനി അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡിസൈനർ ദുപ്പട്ട പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ പാനൽ പോലെ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ പാനൽ കട്ട് കുർത്തി പോലെ വേണമെങ്കിൽ ചെയ്യാം. ഈ 2 കളേഴ്സും കൂടെ കൂടിയിട്ടേ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കോട്ടനാണേ. ഇതാ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത് സെൽഫ് വർക്ക് പോലെ ഉണ്ട്. സെൽഫ് ലൈൻസ് പോലെ ലൈനിങ് വേണം. ഇത് ഇനി ഇതാണ് നിങ്ങൾ ടോപ്പ് ചെയ്യുന്നതെങ്കിൽ ലൈനിങ് വെക്കണം കേട്ടോ. കോട്ടൺ ലൈനിങ് വെച്ചാൽ മതി. 44 ഇഞ്ച് വെടുത്ത് വരുന്നു. 180, 180 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് തമ്മിൽ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചേർത്ത് വെച്ചിട്ട് കുർത്തി ചെയ്യാം. എന്നിട്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് ബോട്ടം ചെയ്യുകയാണെങ്കിൽ ലൈനിങ് വെക്കണം കേട്ടോ. ഇങ്ങനെ ഒരു അജരക് ദുപ്പട്ട വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ആ ഒരു ഫാമിലിയിൽ വരുന്ന കളേഴ്സ് ആയതുകൊണ്ടേ അതൊക്കെ തമ്മിൽ ഭംഗിയുണ്ട്. അപ്പോൾ കണ്ടോ ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ 190 അജരക്കിന്, ഇത് 280, ഇത് 180. അതങ്ങനെ കണ്ടു. ഇനി ഞാൻ കാണിച്ചാൽ ഇതാ ഗ്രീനിൻ്റെ കൂടെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. നേരം മറന്നുപോയി. ഇത് കണ്ടോ നമ്മൾ ഈ കോട്ടൺ സ്ലബ് ഗ്രീൻ എടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് യോക്ക് വയ്ക്കാൻ മാത്രമായിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. ഇത് കണ്ടോ ഇങ്ങനെ. ഇത് നമ്മളെ കോട്ടൺ ലിനൻ ഫാബ്രിക് ആണേ. ഒരുപാടില്ല കേട്ടോ. ഇതൊക്കെ 180, 180 രൂപ. കോട്ടൺ ലിനൻ ആണ്. ഇനി ഇതുകൊണ്ട് ആസച്ച് ഇങ്ങനെ വേണേൽ ടോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരുന്നു. യോക്ക് വെക്കാനൊക്കെ നല്ലത്. അങ്ങനെ ഒരു ഫാബ്രിക്. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നത് ഇക്കത്തിൽ വേറെ നല്ലൊരു സുന്ദരി ബ്ലൂ കളർ. ഇതാ അങ്ങനെ വരുന്നു. ഈ ബ്ലൂവിൻ്റെ പേരെന്താണ്? നല്ലൊരു റോയൽ ബ്ലൂ ഉണ്ട്, നമ്മൾ ഐസ് ബ്ലൂ ഉണ്ട്, ഫ്യൂഷൻ ബ്ലൂ എന്നൊക്കെ പറയാം. അതിൽ നല്ലൊരു യെല്ലോ ഷെയ്ഡും കൂടെ വരുന്നു. ഇക്കത്താണ്. 44 ഇഞ്ച് എടുത്ത് 170, 170 രൂപ. നമുക്ക് മൾട്ടി ലൈൻ കാന്തയിൽ ബോട്ടം ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം അതിൻ്റെ കൂടെ. ഇനി അല്ലെങ്കിൽ നമ്മൾ നോർമൽ വൈറ്റ് ബോട്ടം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇത് കണ്ടോ ഈ ഒരു ബോട്ടം മെറ്റീരിയൽ ഇതിന് ചേരും. ഇത് കാംബ്രിക് കോട്ടണിൽ വരുന്നതാണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല. 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതങ്ങനെ. ഇനി കണ്ട് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇന്ന് ഗ്രീൻ കളേഴ്സിൻ്റെ ഒരു സംഭവങ്ങളാണല്ലേ. ഗ്രീൻ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടോ നല്ല ത്രെഡ് വർക്ക്, കട്ട് വർക്ക്, കുഞ്ഞി പൂക്കൾ. ഒരുപാട് വലിയ കട്ട് വർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ നമ്മളൊരു മോസ്ക് ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ്. ഒന്ന് പിസ്ത ഗ്രീനും അല്ല, അങ്ങനത്തെ അല്ലാത്ത നല്ലൊരു സുന്ദരി ഗ്രീൻ എന്ന് പറയാം അതിനെ. അതിൽ ഈ ഹക്കോബയ്ക്ക് കട്ട് വർക്ക് ആയതുകൊണ്ട് എന്തായാലും ഏതിനാണെങ്കിലും നമ്മൾ ലൈനിങ് വെക്കണം. അങ്ങനെ കിട്ടിപ്പോയി. അതിൻ്റെ എൻഡ് നോക്കിയതാണ് ഞാൻ. ഇത് കണ്ടോ ഇതാ ഇങ്ങനെ വരും. 300 റുപ്പീസ്, 300 രൂപ. ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. നല്ല കട്ട് വർക്ക്. ഇതാ ഇങ്ങനെ. ഇതെല്ലാം കാംബ്രിക് കോട്ടണിൽ നല്ല കോട്ടണിലാണ് കേട്ടോ വരുന്നത്. കട്ട് വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെ വരും. ഇതൊക്കെ നമ്മൾ ഈ അക്കോബ നമുക്ക് ഒരുപാട് മോഡലായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ പോലും നല്ല ഭംഗിയായിരിക്കും. സിമ്പിളായിട്ട് ഇങ്ങനെ കുർത്തി ചെയ്താലും ജസ്റ്റ് അല്ലെങ്കിൽ സെൽഫ് ഇതുകൊണ്ട് തന്നെ പോട്ട്ലി ബട്ടൺ, സ്പോഞ്ച് ബട്ടൺ കൊടുക്കില്ലേ, അങ്ങനെ കൊടുത്തിട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ വരുന്നു. 300, 300 രൂപ. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കാണിച്ച അജ്രക്കിൻ്റെ ദുപ്പട്ടയൊക്കെ ചേരും കേട്ടോ. അത് അങ്ങ് എവിടെയോ പോയി. അപ്പം അതിന് കാണിക്കാൻ തപ്പാൻ പോകാൻ വയ്യ, അടിയിൽ പോയി. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിനി ബോട്ടം വേണമെങ്കിൽ കണ്ടോ ഒരു 100% മാച്ച് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമുക്കൊരു ഒപ്പിക്കബിൾ ബോട്ടം മെറ്റീരിയൽ സിംഗിൾ ലൈൻ കാന്ത ഇതാ കണ്ടോ ഇങ്ങനെ ടോപ്പ് ബോട്ടം അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം. 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. അപ്പോൾ അങ്ങനെ. ഇപ്പോൾ നമ്മൾ കുറച്ച് അജരക്കിനെയൊക്കെ അങ്ങനെയൊക്കെ കണ്ടേ. ഇനി അജരക്കിൻ്റെ കുറേ കാണാൻ പോവുകയാണ് നമ്മളെ പല അതിലൊക്കെ. അപ്പോൾ നമ്മൾ പാനൽ കട്ട് കുർത്തി അങ്ങനെ ഞാൻ കുറേ മുമ്പ് വീഡിയോ ചെയ്ത് പഴയ ആൾക്കാർക്ക് അറിയുണ്ടാവും. ഞാൻ മോൾക്ക് വേണ്ടി ഇതിന് എനിക്കും ചെയ്തിരുന്നു, മോൾക്കും ചെയ്തിരുന്നു. പാനൽ കട്ട് കുർത്തി ഞാൻ പറയാറില്ല, അജരക്കിൽ ഞാൻ ചെയ്യാറുണ്ട്. നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക്. അത് ഞാനിപ്പോൾ നമുക്ക് ഈ ബാന്തിനി ഉണ്ട്, നമ്മുടെ ബാന്തിനി ഇത് നമ്മൾ 2.5 മീറ്റേഴ്സാണ് കട്ട് ചെയ്യുക, 2.5 മീറ്റർ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ ഇങ്ങനത്തെ ചെയ്യുന്നതിന്. കണ്ടോ അത്രയും പാനൽസ് കണ്ടോ 2, 3 ഞാൻ മറന്നുപോയി. ഇപ്പം അന്ന് എണ്ണമൊക്കെ പറഞ്ഞതായിരുന്നു. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 24 പാനൽസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 12+12. അത് കൂടാതെ താഴെ കണ്ട് ഇങ്ങനെയുണ്ട്. ഇപ്പോൾ അവൾ ഇഷ്ടം പോലെ ഇട്ടു. ഞാൻ വാഷ് ചെയ്തിട്ട് അവിടുന്ന് കൊണ്ടുവന്നതോ ഇങ്ങോട്ട് യോക്ക് പോലെ ഇതും എടുത്ത് അജരക്കിൻ്റെ പാനൽ കട്ട് ഇങ്ങനെ.
അപ്പോൾ നമ്മൾ അന്ന് ഞാനിത് 2.5 മീറ്റേഴ്സ് ബാന്തിനി, അതെന്തായാലും 2.5 മീറ്ററിൻ്റെ ആണല്ലോ വരുന്നത് ബാന്തിനി വരുന്നത്, അതെടുത്തു. അതുകൊണ്ട് ആ ഒരു ടോപ്പിന് വേണ്ട പാനൽസും എടുത്ത് ഇങ്ങനെ ഒരു ദുപ്പട്ടയും ചെയ്തു. ഈ പല പല സംഭവങ്ങളെല്ലാം കൂടെ കൂടി ഇങ്ങനെ ഒരു ദുപ്പട്ട. പിന്നെ നമ്മൾ എടുക്കുന്ന ഇപ്പോൾ ഇത് മോക്ക് അധികം സൈസ് അധികം ഇല്ലാത്തത് കൊണ്ട് ഏകദേശം ഒരു 1 മീറ്റർ വെച്ചിട്ട് പല പല മെറ്റീരിയൽ എടുത്തിട്ട്, അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒരു മാക്സിമം ഒരു 5 മീറ്റേഴ്സ് മെറ്റീരിയൽ എന്തായാലും വേണം. പിന്നെ നമ്മൾ ബോട്ടം ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് പുറമെ വേണം ഒരു 2.5 മീറ്റർ. നമ്മൾ ഈ ബാന്തിനി എടുക്കുന്നവരാണെങ്കിൽ 2.5 മീറ്ററിൽ ബാന്തിനി എടുത്തിട്ട് ബാക്കി സംഭവങ്ങളല്ല. ഇനിയിപ്പോൾ എനിക്ക് നമ്മൾ ആ ദുപ്പട്ട കാണിച്ചിരുന്നല്ലോ, അജരക്കിൽ പാച്ച് വർക്ക് ഒരുപാടെണ്ണം ചെയ്തിട്ടുള്ള ദുപ്പട്ട 1000 റുപ്പീസിൻ്റെ, അങ്ങനത്തെ സാരി ചെയ്യാൻ 2-3 ആൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ, അതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങൾ എങ്ങനെ ചെയ്ത് എവിടെ ചെയ്യിപ്പിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ച് വരണ്ടേ. അപ്പോൾ ഒരു പ്ലെയിനിൽ ഹാഫ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ചെയ്ത് റെഡി ആയി കഴിയുമ്പോൾ എന്തായാലും വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത് പാനൽ കട്ടിന് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് ഏകദേശം നമുക്ക് 1000 എബോവ് വരും കേട്ടോ. അത് കറക്റ്റ് സ്റ്റിച്ചിങ് ഒക്കെ വേണ്ടവർ ആ സെക്ഷനിലേക്ക് പറയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലിൽ നിന്ന് എല്ലാം 1.5 മീറ്റർ 2 മീറ്റർ വെച്ച് എടുക്കുക. നിങ്ങളുടെ സൈസ് അനുസരിച്ച് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടണം. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് പാനൽ കട്ട് കുർത്തി വേണ്ടവരാണെങ്കിൽ അങ്ങനെ പറയുക. ഇതിപ്പോൾ ടോപ്പും ദുപ്പട്ടയും കൂടെയാണ് അങ്ങനെ ചെയ്തത്. അതിൻ്റെ ക്വാണ്ടിറ്റി എക്സാക്റ്റ് കാര്യങ്ങളെല്ലാം പിന്നീട് മെസ്സേജ് ചെയ്ത് ഡിസ്കസ് ചെയ്യണേ. ഇനി നമുക്ക് അജരക്ക് കാണാം. നെക്സ്റ്റ് ഇതാ അങ്ങനെ വരുന്നു. അജരക്കിൽ ഈ ഡിസൈൻ ഇൻഡിഗോ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ ബ്ലാക്ക് കൂടെ വരുന്നുണ്ട്. ഈ ഡോട്ട്സ് ഒക്കെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത് 190. ഇതെല്ലാം അജരക്ക് ഇൻഡിഗോ ഒക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ കളർ വരും. കളർ ലീക്കിങ് ശ്രദ്ധിക്കണം. കളർ ഗാർഡ് എന്തായാലും യൂസ് ചെയ്യണം. ഇനി നമുക്കിതിനെ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ പറഞ്ഞാൽ, അപ്പോൾ ഇതിൽ ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നതിലൊക്കെ ഇപ്രാവശ്യം അവർ ഡൈ ചെയ്തപ്പോഴെല്ലാം അത് നമുക്കെല്ലാം ബ്ലാക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇൻഡിഗോ ആണെങ്കിൽ പോലും അതിലിപ്പോൾ ബ്ലൂ അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ പക്ഷേ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തിടുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ബ്ലാക്ക് അക്കോബയുടെ കൂടെ ആണെങ്കിൽ ഇത് ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു ബോട്ടം ദുപ്പട്ട, ബോട്ടം എന്ന് മാത്രമല്ല ഇത് ടോപ്പ് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ അജരക്കിൽ ഈ ഒരു ദുപ്പട്ട വരുന്നു 500 റുപ്പീസ് പെർ പീസ്, 500 രൂപ. ഇങ്ങനെ ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം, സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുന്നു. ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ ഈ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ ലൈൻസ് പാറ്റേണിൽ വരുന്ന ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതും ഒരു ഭംഗിയാണ്. ഇങ്ങനെ 190 പെർ മീറ്റർ, 190 രൂപ അജ്രക് മെറ്റീരിയലാണ്. ഇങ്ങനെ അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ആ ഒരു ഇതും ബ്ലൂ ഇതും കൂടെ കൂടിയിട്ട് ദുപ്പട്ടയോട് കൂടിയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അടുത്ത ഡിസൈൻ ഇതെങ്ങനെ വരുന്നു 190, 190 രൂപ. ഇങ്ങനെ എടുക്കാം. ഇനി ഇത് ഞാൻ നേരത്തെ വന്നതെന്ന് എടുത്തതാ എൻ്റെ ഡ്രസ്സ്. ഇതാ അങ്ങനെ വരുന്നു. ഞാനതിലൊരു യെല്ലോ ലേസൊക്കെ വെച്ച് കൊടുത്തു, ഇവിടെ വെച്ച് കൊടുത്തു, താഴെയൊക്കെ ലേസ് വെച്ചെടുത്തിട്ട് ഇതങ്ങനെ വരുന്നു 190. എനിക്ക് ലേസ് ഇഷ്ടമാണ് പൊതുവേ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു. അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി അടുത്ത ഡിസൈൻ വരുന്നു ഇങ്ങനെ നല്ല ഫ്ലോറൽ കൊച്ചു പൂക്കളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പാനൽ കട്ടിന് വേണ്ടതാണെങ്കിൽ ഇതിലെല്ലാം കൂടി എല്ലാത്തിൽ നിന്ന് 1.5-2 മീറ്റർ വെച്ച് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ പാനൽ ചെയ്യണമെങ്കിൽ അങ്ങനെ പറയാം. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് ടോപ്പ്, ഇത് ബോട്ടം എന്ന് മാത്രമല്ല ഇത് നമുക്ക് ടോപ്പ് ചെയ്യാനും നല്ലതാണേ. ഞാൻ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ. അതിനകത്ത് ദുപ്പട്ട ഇങ്ങനെ. അപ്പോൾ അജ്രക്കിൻ്റെ റെജീന മാം, പുഷ്പ മാം സ്ഥിരമായിട്ട് അജ്രക്ക് ചോദിക്കാറും കാണാറും ഒക്കെ ആഗ്രഹിക്കാറുള്ള അവരെല്ലാം അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വരുന്നു അജ്രക്ക് ദുപ്പട്ട 500 റുപ്പീസ് പെർ പീസ്, 500 രൂപ. ഇങ്ങനെ വരുന്നു. സ്ഥിരമായിട്ട് അജ്രക്ക് ഇവിടെ വാങ്ങി ഇവർ പറയാറുള്ളവരാണ്, ഓർഡർ എടുക്കുന്നവരാണ്. കമൻറ്റിൽ നിങ്ങൾ കാണാറില്ലേ? ആ കമൻറ്റിൽ പറയുന്നവരൊക്കെ എല്ലാവരും കൂടെ എന്തെങ്കിലും ഒരു ദിവസമൊക്കെ ഒന്നിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം. ചിലരെയൊക്കെ ഇപ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ ഒക്കെ കാണാറുണ്ട്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിങ്ങനെ 190, 190 രൂപ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ഒരു ഇല പോലത്തെ ഡിസൈൻ ഇല്ലേ, ഇതൊക്കെ ആ ട്രഡീഷണൽ ഡിസൈൻസ് ആണ്. ഇങ്ങനെ വരുന്നു 190, 190 രൂപ. എന്നിട്ട് ക്ലോസർ വ്യൂ കാണിച്ചു കൊടുക്കുമോ? ഡിസൈൻ ഇങ്ങനെ വരുന്നു. എല്ലാം അജ്രക്കാണേ. അപ്പോൾ ഇതിന് സെറ്റായിട്ട് വേണ്ടി ഇങ്ങനെ എടുക്കാം. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. സ്കേർട്ട് ബ്ലൗസോ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഇതുണ്ട്. ഇത് ബ്ലൂ ബ്ലാക്ക് ആണ്, കോട്ടൺ സ്ലബിൽ ബ്ലൂ ബ്ലാക്ക്. ഇതുണ്ട് ഇങ്ങനെ 120, 120 രൂപ. അപ്പോൾ ഇത് ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് യോക്ക് മാത്രം വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ ബോട്ടവും ദുപ്പട്ടയും ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓരോ മെറ്റീരിയലും ഇത് ടോപ്പിനാണെങ്കിൽ 2.5 മീറ്റർ എടുക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ എടുക്കുക. അതങ്ങനെ. ഇനി അജ്രക്കിൽ വേറൊരു ഡിസൈൻ ഇങ്ങനെ വരുന്നു. നല്ലൊരു നേവി ബ്ലൂ ആണേ. അങ്ങനെ വരുന്നു.
190 190 രൂപ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഈ ഒരു കളർ ഒരു കുറച്ചുകൂടി റോയൽ ബ്ലൂ ടച്ച് വരുന്നൊരു ബ്ലൂ ആണ്. അതിൽ കോട്ടൺ സ്ലബ് അവൈലബിൾ ആണ് കുറച്ച്, പക്ഷേ ഇത് കുറച്ചുകൂടി ഡാർക്കാണ്. അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇനി അജ്രക്കിലത് അടുത്ത ഡിസൈൻ എന്താ വരുന്നത് ഇങ്ങനെ 190. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ കണ്ടു ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്ക് അക്കോബയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. 190. അജ്രക്കിൽ അടുത്ത ഡിസൈൻ എന്താ വരുന്നത് ഇങ്ങനെ, അതിനെ വേണമെങ്കിൽ ഇങ്ങനെ യോക്ക് വയ്ക്കാനൊക്കെ അങ്ങനെ എടുക്കാം. 190. ഇനി കോട്ടൺ സ്ലബിൽ വേറൊരു കളറ്, നമ്മളൊരു മെഹന്തി കളർ, ഒരു മസ്റ്റാർഡിൻ്റെ ഡാർക്ക് മസ്റ്റാർഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കോട്ടൺ സ്ലബാണ് ഫാബ്രിക്. കോട്ടൺ സ്ലബ് നല്ല സുഖമുള്ള ഫാബ്രിക് ആട്ടോ ഏത് കാലാവസ്ഥയിൽ. ഇനിയിപ്പോൾ ചൂട് കഴിഞ്ഞ് മഴക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സിമ്പിളായിട്ട് സെൽഫ് പോട്ട്ലി ബട്ടൺ സ്പോഞ്ച് ബട്ടൺ ഇതുകൊണ്ട് തന്നെ വെച്ചിട്ട് അങ്ങനെ കുർത്തി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബോട്ടത്തിൻ്റെ ദുപ്പട്ടയുടെ കൂടെ അങ്ങനെ വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ വരുന്നു 120 120 രൂപ. അല്ലേ ഇതങ്ങനെയൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ കൂടെ ഈ അജ്രക്ക് കൊണ്ട് വേണമെങ്കിൽ യോക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കളർ ഗാർഡ് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ, ശ്രദ്ധിക്കണേ. അങ്ങനെ വെച്ചാലും ഭംഗിയില്ലേ. അതിൻ്റെ കൂടെ ഒക്കെ ഉണ്ട് ഈ ഒരു അജ്രക്ക് ഇത് ഇങ്ങനെ വയ്ക്കാം. നമ്മൾ ആ ട്രഡീഷണൽ അജ്രക്ക് ഡിസൈൻ ഇതങ്ങനെ വരുന്നു 190. ഇങ്ങനെ 190 രൂപ. ഇനി കോട്ടൺ സ്ലബിൽ അടുത്തൊരു കളറ്, നമ്മളൊരു ഡാർക്ക് കോഫി ബ്രൗൺ അല്ല, ആ ഒരു എന്തോ ഒരു പ്രത്യേക ഒരു സുന്ദരി കളറ് പറയും. അതിന് നമുക്ക് ലൈനിങ് വയ്ക്കാം 120. അപ്പോൾ അതിൻ്റെ കൂടെ കണ്ട് ഇങ്ങനെ വെച്ചാൽ വല്ല ഭംഗി ഉണ്ടാവും. പാനൽ കട്ട് പോലെയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ ഭംഗി ഉണ്ടാവും. അതങ്ങനെ. ഇനി ഒരു ഇക്കത്ത് കണ്ടോ, അതെ ഇങ്ങനെ വരുന്നു. ഇതിൽ ഈ ഒരു കളറും തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷെ എന്തൊക്കെയോ ഒരു പ്രത്യേകത സാമ്യമില്ലേ. ഇങ്ങനെ ഞാൻ അവരെങ്ങനെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു എന്തൊക്കെയോ ഒരു അനച്ചന്തം. ഇതൊരു ടോപ്പ് ചെയ്തിട്ട് യോക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ബോട്ടം പോലെ ചെയ്യാം. ഇനി അല്ല ആസ് സച്ച് ഇനി ബോട്ടം ചെയ്യാനാണെങ്കിൽ കോട്ടൺ സ്ലബ് എടുത്തോണമെന്നില്ല, ലൈനിങ് വെക്കേണ്ടതാണ്. നമുക്ക് പോപ്ലിൻ മെറ്റീരിയൽ, തിക്ക് കോട്ടൺ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇക്കത്ത് വരുന്നു 170 170 രൂപ. ബ്ലാക്കോ വൈറ്റോ ഒക്കെ ബോട്ടം ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ബോട്ടം ചെയ്യാനാണെങ്കിലും നല്ലതാണ്. പ്ലെയിൻ ബോട്ടത്തിൻ്റെ കൂടെ അങ്ങനെ വെയർ ചെയ്യാം. ഇത് നമ്മുടെ ഇക്കത്താണ്. ഇങ്ങനെ വരുന്നു 170 170 രൂപ. ഇങ്ങനെ വരുന്നു. അങ്ങനെ ഇക്കത്തിൻ്റെ ഡിസൈൻ കണ്ടില്ലേ. കഴിഞ്ഞിട്ടില്ല, അജറക്ക് ഇനിയുണ്ട്. ഇനി നമുക്ക് ചെയ്ത് വന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ വന്നിടത്തോളം അജറക്ക് എല്ലാം എടുത്തേ. അജറക്കിൻ്റെ ഒരു യെല്ലോ ഗാർഡൻ കണ്ടോളൂ, ഇതാ ഇങ്ങനെ. ഇനി യെല്ലോയിൽ നിങ്ങൾക്ക് പാനൽ കട്ട് പോലെ ചെയ്യണമെങ്കിൽ കണ്ടോ 3 ഡിസൈൻ യെല്ലോകൾ. ഇനി ഇങ്ങനെ ഒരു ബോട്ടം ചെയ്തിട്ട് ഇങ്ങനൊരു ടോപ്പും ഇങ്ങനൊരു ടോപ്പും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടൊരു ഫ്യൂഷൻ ടോപ്പ്, ഇങ്ങനെ വേണമെങ്കിലും ആവാം. ഇവരുടെ എല്ലാം കൂടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇതാ കോട്ടൺ സ്ലബിൽ ഇതുകൊണ്ട് ടോപ്പിന് യോക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വെക്കാം. ഇത് 120. നല്ല ഒരു റെഡിഷ് മെറൂൺ കളറാണിത്. ഇങ്ങനെ വരുന്നു. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇതാ വരുന്നു ദുപ്പട്ട. അപ്പോൾ അജരക്കിൽ മിസ്സാക്കണ്ട. അജരക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വരുന്നവരൊന്നും ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ആ ഒരു സെയിം ടോണ് യെല്ലോ വരുന്നു. ഹൽദി ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇപ്പോൾ യെല്ലോ ഒക്കെ ഹൽദി എന്ന് മാത്രമല്ല, ഇപ്പോൾ എപ്പോഴും താരങ്ങളാണ്. പണ്ടൊക്കെ യെല്ലോ, ഫ്ലൂറസൻ ഗ്രീൻ അങ്ങനെയൊക്കെ ആൾക്കാർ മാറ്റി നിർത്തിയിരുന്ന കളറുകളെല്ലാം ഇപ്പോൾ താരങ്ങളാണല്ലോ. അതങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ദുപ്പട്ടയോടുകൂടി വേണ്ടവർക്ക് ഇങ്ങനെ സെറ്റായിട്ട് എടുക്കാം. ദുപ്പട്ട വേണ്ടാത്തവർക്ക് ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ഫ്രോക്കായിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. ഇനി മെറൂൺ കളർ ബോട്ടം, പ്ലെയിൻ ബോട്ടം വേണമെങ്കിൽ പോപ്ലിനിൽ അവൈലബിൾ ആണ്. അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചു ഇങ്ങനെ പറഞ്ഞാൽ ബോറടിക്കില്ല. അങ്ങനെ ഇങ്ങനെ പറയാതെ എങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് വീഡിയോ എങ്ങനെ ചെയ്യും? അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ മെറ്റീരിയൽ കാണിച്ച് പോവുകയാണെങ്കിൽ ഇതിങ്ങനെ കാണിച്ചു പോവാം. പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ ശൈലിയില്ലേ, അതിപ്പോൾ ഞാൻ അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലാതാവില്ലേ. നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ. ഇത് നമ്മൾ അജ്രക്കിൽ ഗ്രീൻ കളർ, നല്ല ഡാർക്ക് ഗ്രീനാണ്, ബോട്ടിൽ ഗ്രീൻ കളറാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടേ കോട്ടൺ സ്ലബ് കൊണ്ട് നമ്മൾ പ്ലെയിൻ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഒരു ബോട്ടം, എന്നിട്ട് നമ്മൾ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. 500 റുപ്പീസ്. മൽക്കോട്ടണിലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. ഇതൊക്കെ ഓരോ പീസായിട്ട് ഇങ്ങനെ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ.
അപ്പോൾ നമ്മൾ ഇതൊരു ബോട്ടവും ഇതൊരു ദുപ്പട്ട എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയിൻ ടോപ്പുകൾ കുറേ എണ്ണത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇനിയിപ്പോൾ ഇതിങ്ങനെ ടോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 190. ഇനി അജ്രക്കിൽ അടുത്ത ഡിസൈൻ എന്താ വരുന്നു? ഇങ്ങനെ നമ്മൾ യെല്ലോ കണ്ടില്ലേ, അതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു ഇൻഡിഗോയിൽ വരുന്നു. 190, 190 രൂപ. ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് യോക്കായിട്ടോ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. 190. ഇനി അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ നല്ല, ഇത് ബ്ലാക്ക് കോട്ടൺ സ്ലബ് അവൈലബിൾ ആണ്. ഇനി ബ്ലാക്ക് കോട്ടൺ ബുട്ട ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചില്ല, അത് അവൈലബിൾ ആണ്. 200 rupees per meter വരും. അതിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യോക്ക് വെച്ചിട്ട് ഒരു ഹക്കോബയുടെ കൂടെയൊക്കെ ചെയ്താലും ഭംഗി ഉണ്ടാവും കേട്ടോ. അത് സിമ്പിളായിട്ട് തന്നെ ടോപ്പ് ചെയ്താലും ഒരു മെറൂൺ ലൈസൊക്കെ വെച്ച് ടോപ്പ് ചെയ്താലും ഭംഗി ഉണ്ടാവും. നല്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരുന്നു 190. ഇനി ബാക്കിയുള്ള അവൈലബിൾ ആയ ഞാൻ അജരക്കിൻ്റെ ഷോർട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട് ഷോപ്പിൽ അവൈലബിൾ ആയത്. അത് ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഗ്യാപ്പ് നോക്കിയിട്ട് ഇട്ട് തരാം കേട്ടോ. അവർക്കൊന്ന് മെസ്സേജസ് ഒരുപാട് പെൻഡിങ് ഉള്ളതുകൊണ്ടേ. നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ഒരു മെറൂൺ ആൻഡ് ഒരു ഇൻഡിഗോ കോമ്പിനേഷനിൽ വരുന്നു. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാനൽ കട്ടിലേക്കൊക്കെ വേണ്ടത് എടുത്തോളൂ കേട്ടോ. 190. നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ യോക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്തതിന് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ വരുന്നു. മെറൂൺ ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാ ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. എല്ലാം അജ്രക്കാണ്. 190. നെക്സ്റ്റ് ഇതാ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ചെറുത് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾക്ക് കോമൺ ആയിട്ടേ ഇതിൻ്റെ ദുപ്പട്ട ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ, സ്റ്റോക്കില്ല. ബോട്ടത്തിനായിട്ട് ബോട്ടം വാങ്ങിച്ച് വെച്ചോളൂ. ഇതാ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. 190. ഇതിലേതിൻ്റെ കൂടെയും ചേരും. ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും പറ്റും. അതങ്ങനെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് നമുക്ക് കോമൺ ആയിട്ട് ഒരു ബോട്ടവും ദുപ്പട്ടയും ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്കിൻ്റെയോ ഒക്കെ കൂടെ ഏത് ഇതിൻ്റെ കൂടെയും പറ്റും. അജ്രക്കിൻ്റെ നമ്മൾ കാണിച്ചത് മുമ്പോട്ട് കുറേ എണ്ണം അങ്ങോട്ട് പോയില്ല, അതിൻ്റെ കൂടെയൊക്കെ പറ്റും. ഇതാ ദുപ്പട്ട ഇങ്ങനെ വരുന്നു. 500 rupees per piece വരുന്ന ദുപ്പട്ട. 190യുടെ ഈ അജരക്ക് അതിന് നമുക്ക് ഇതുണ്ടോ, ഇത് തമ്മിൽ നല്ല ഇങ്ങനെ സെറ്റ് ചെയ്യാം. ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ അജ്രക് മാജിക്. ഇനി ഒരു ഇക്കത്തിനെയും കൂടെ ലാസ്റ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് അടുത്തൊരു സുന്ദരി കളർ ഇക്കത്ത്, നല്ല ഒരു പിങ്കിഷ് പീച്ച് കളറും വൈറ്റും കൂടെ വരുന്നു. നല്ല ഇതൊക്കെ വേറെ നമുക്കൊരു പ്ലസൻറ്റ് ലുക്ക് ഉണ്ടാവും. നല്ലൊരു പ്ലസൻറ്റ് കളേഴ്സ് അല്ലേ. മറ്റേത് അങ്ങനെ ഇല്ല എന്നല്ല, ആ ഒരു ലൈറ്റർ ഷെയ്ഡിൽ ചില കളേഴ്സിനില്ല ഒരു അട്രാക്ഷൻ. 44 inch എടുത്ത് 170, 170 രൂപ. അതിൻ്റെ കൂടെ കണ്ടോ നമ്മൾ ഈ ഒരു സൗത്ത് കോട്ടണിൽ വരുന്ന ഈ ഒരു ഫാബ്രിക്, ഇതുകൊണ്ട് ബോട്ടം ചെയ്യാം. ഇത് 150 rupees. ഇത് ഷർട്ട് ഈ ഇക്കത്ത് കുർത്ത ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ചേട്ടന്മാർക്ക് ഷർട്ടും കുർത്തയൊക്കെ ചെയ്യാനും നല്ലതാണ്. ഇത് നമ്മൾ സൗത്ത് കോട്ടണിൽ വരുന്നതാണ്. 150 rupees, 150 രൂപ. അപ്പോൾ ഇത് ഷർട്ടിങ്ങിനും പറ്റും. ഇനിയിപ്പോൾ ഇതിന് ഞാൻ കറക്റ്റ് ആ കളർ ആയതുകൊണ്ട് എടുത്തതാണ്. നമ്മൾ മൾട്ടി ലൈൻ കാന്ത വൈറ്റിലുണ്ടെങ്കിൽ അതാണ് നമുക്ക് വൈറ്റ് കളർ വരുന്നത് കറക്റ്റായിരിക്കും കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് പോപ്ലിൻ മെറ്റീരിയൽ ബോട്ടത്തിന് വേണ്ട വൈറ്റ്. ഇത് 100 rupees, 100 രൂപ. ബോട്ടം ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ കുറച്ച് പ്രതിഭ പോകാൻ നേരത്തെ കുറച്ച് റെഡിയായി അത് കാണിച്ചു തന്നത് എടുത്ത് ഫ്രോക്ക് നമ്മൾ ആ ഡബിൾ ഷെയ്ഡ് ഇല്ലായിരുന്നു അന്ന് ഓഫർ സെയിലിട്ടത്, അതിൽ സിമ്പിളായിട്ടൊരു ഫ്രോക്ക് ചെയ്തതാണ്. ഇങ്ങനെ ഞാൻ എപ്പോഴും പറയാം ഡബിൾ ഷെയ്ഡൊക്കെ നമ്മൾ ക്രോസ് കട്ടിങ് എടുക്കരുത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും. ഇങ്ങനെ പ്ലീറ്റഡ് മോഡൽ ചെയ്യാനായിരിക്കും നല്ലത്. ഇത് നമ്മൾ അന്ന് കാണിച്ച ഹക്കോബ, ഇത് കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ്. ഹക്കോബയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ മോഡൽ ഇങ്ങനെ. ഞാൻ സ്റ്റിച്ച് മോഡൽസ് കാണിക്കാൻ കാരണം 2 കുഞ്ഞുടുപ്പുകളുണ്ട്, കാണിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തു. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന കണ്ടത് എടുത്തുന്നേ ഉള്ളൂ. എൻ്റെ കുഞ്ഞുടുപ്പ് ഇതിൻ്റെ ബോ വെക്കാനുണ്ട് പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എടുത്ത് തരാൻ പറഞ്ഞത്. എനിക്ക് വീഡിയോ കാണിക്കാൻ തോന്നി. നമ്മൾ നെറ്റ് കാണിച്ചില്ലായിരുന്നോ, കോട്ടൺ നെറ്റ്, അതിൽ ചെയ്തതാണ് കുഞ്ഞുടുപ്പ്. ഇതാ ഇങ്ങനെ വരും. ഇവിടെ ഒരു ബോ വെക്കാനുണ്ട്. താഴെ ഇങ്ങനെ ലേസും വെച്ച് സിമ്പിളായിട്ട് ഇവിടെ നെക്ക് ലേസ് വെച്ചിട്ട് ഇങ്ങനെ 2 വാവകൾക്ക് ഇതാ ഇങ്ങനെ ഒരു കുഞ്ഞു വാവയ്ക്കും കുറച്ചുകൂടെ കുഞ്ഞു വാവയ്ക്കും അങ്ങനെ. ഇത് പ്രതിഭ എന്തോ പറഞ്ഞു, എനിക്ക് പ്രതിഭ എടുത്ത് തന്നിട്ട് പോയതാണ്. നമ്മൾ ആ ജോർജറ്റ് അല്ല അതല്ല BSYയിലാ. ഇതേ ഇങ്ങനെ ഒരു കുഞ്ഞു വാവയ്ക്ക് മിഡിയും ടോപ്പും ഇതാ ഇങ്ങനെ
ഇങ്ങനെ. ഇതൊരു മോഡലാണ്, അത് കാണിച്ചോളാൻ പറഞ്ഞിട്ട് തന്നിട്ട് പോയതാ. ഇത് കണ്ടോ, ഇങ്ങനെ ഏത് മോഡൽ നിങ്ങൾ അയച്ചു തന്നാൽ ഏത് മോഡലും ചെയ്യും. പിന്നെ നമുക്ക് ഓരോ സമയവും സാവകാശങ്ങളും. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ കോട്ടൺ ബുട്ട കൊണ്ടൊരു യോക്ക് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ലൂപ്പ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ സ്ലീവിനറ്റത്തു ഇതിങ്ങനെ കോട്ടൺ ബുട്ട സ്ലീവ് കൊടുത്തു. ഇങ്ങനെ വരുന്നു. നല്ലൊരു ഫ്രോക്ക്. ഇതിങ്ങനെ ലൈനിങ്ങിൽ ആ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ വീഡിയോ വരുന്നത് നെക്സ്റ്റ് സൺഡേ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊച്ചു വീഡിയോ ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് നോക്കിയിട്ട് വരാം. അപ്പോൾ പെട്ടെന്ന് അർജൻറ്റ് ഉള്ളവർ കസ്റ്റമർ കെയർ നമ്പറിൽ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിൽ നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. മെല്ലെ നോക്കി വരുള്ളൂ. റിപ്ലൈ കിട്ടാൻ സാവകാശം ആവശ്യമാണ്. നിങ്ങളൊരു 24 hours കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഒന്നും വന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ക്ഷമയും ആവശ്യമാണ്, സമയം ആവശ്യമാണ്. അർജൻറ്റ് ഉള്ളവരെപ്പോഴും DTDCയിൽ അയക്കാൻ പറയുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.